നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടനും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? ഗിരിയേട്ടന്റെ തെറ്റുകൊണ്ടാണെങ്കിലും ഈ വ്രതം തെറ്റിയ പിന്നെ അമ്മ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഗിരിയേട്ടനെ ഈ ഏലസ് എന്തിനാ ഊരാൻ ശ്രമിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെന്നെ അകറ്റി നിർത്താനല്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഗിരിയേട്ടനോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലം ഈ വീട്ടിലെ എല്ലാവരും എതിർത്തപ്പോഴും ഗിരിയേട്ടൻ എന്റെ കൂടെ നിന്നതാ. അത് ഞാൻ മറന്നിട്ടില്ല. സോറി. മഞ്ജു, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, അത് നീയാ. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഇപ്പൊ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെന്തിനാ ഞാൻ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നേ? അപ്പൊ പിന്നെ എന്തിനാ ഏലസ് ഊരാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്തത് എന്തിനാണെന്ന് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പൊ എനിക്ക് പറ്റില്ല. ഈ ഒരു തവണത്തേക്ക് നീ എന്നൊന്ന് കണ്ണടച്ച് വിശ്വസിക്ക്. ഗിരിയേട്ടനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കാനാ? എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്ന മട്ട. അപ്പൊ ഏലസ് മാറ്റി കെട്ടിയതൊരു നല്ല തീരുമാനമായി. ഇനി ഞാൻ മേലാൽ മന്ത്രവാദികളെ പുച്ഛിച്ച് സംസാരിക്കില്ല. അപ്പൊ ഇതിലെന്തൊക്കെയോ ശക്തികളുണ്ട്. കാളീശ്വരി അമ്മയുടെ കരുതൽ മോളൊന്ന് കാണുമായിരുന്നു. അവർക്ക് പൂജ കഴിഞ്ഞങ്ങ് പോയാ മതിയായിരുന്നു. പക്ഷേ അമ്മ അങ്ങനെയല്ല. ഉദ്ദേശിച്ച കാര്യം നടന്നോന്നറിയാൻ അവര് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതാണ് ആത്മാർത്ഥത. സത്യം അത്. എന്തായാലും അവര് മാറിക്കിടക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഗിരിയേട്ടനും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നം ഗൗരവമുള്ളതാ. എല്ലാം കാളീശ്വരി അമ്മയുടെ ശക്തിയുടെ ബലമാണ്. ജയിക്കളി. എത്രയും പെട്ടെന്ന് ഈ പൂജയുടെ ഫലം കണ്ടാൽ മതിയായിരുന്നു. എനിക്കെന്റെ മോനും മരുമകളും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. എന്തൊരഭിനയം! ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയെ എവിടെ കിട്ടും? മഞ്ജു ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തോണ്ടാ ഇങ്ങനൊരു വീട്ടിലെ മരുമകളാവാൻ പറ്റിയത്. ആ അമ്മേ, ഗിരിയേട്ടനെ ദിഗംബരം വിളിച്ചിരുന്നു. അയാൾ എന്താ മോളെ പറഞ്ഞത്? എന്താ മോളെ പറ. ഗിരിയേട്ടൻ അത് അമ്മയോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. മോൾ അവൻ പറഞ്ഞത് കാര്യാക്കണ്ട. കാര്യം എന്താണെന്ന് പറ. കുടുംബക്ഷേത്രത്തിൽ കുറെ വഴിപാടുകൾ നടത്താൻ അദ്ദേഹം പറഞ്ഞു. അത്രേ ഉള്ളോ? അതിനിപ്പോ എന്താ? അത് മാത്രമല്ല, പൂജയുടെ ഫലം കണ്ടു തുടങ്ങുന്ന അന്ന് മുതൽ അമ്മ മുടങ്ങാതെ കുടുംബക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 101 പ്രദക്ഷിണം വെക്കണമെന്നാ ദിഗംബരം പറഞ്ഞത്. പ്രദക്ഷിണോ? അതെ. ഭാനുമതി അമ്മ ഇതറിഞ്ഞ എന്തായാലും ചെയ്യുമെന്ന് ഗിരിയേട്ടന് അറിയാം. അങ്ങനെ ഭാനുമതി അമ്മയുടെ ആരോഗ്യം കളയുന്നത് ഗിരിയേട്ടന് ഇഷ്ടമല്ല. അതാ അമ്മ ഒന്നും അറിയിക്കണ്ടെന്ന് ഗിരിയേട്ടൻ പറഞ്ഞത്. അല്ല, ഗിരിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലല്ലോ. അതുകൊണ്ട് അവ ഇങ്ങനെയൊക്കെ പറയൂ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ഭാനുമേ? നമുക്ക് കാളീശ്വരി അമ്മയുടെ ശക്തി നേരിട്ട് കണ്ടറിയാലോ. അപ്പൊ അമ്മ പ്രദക്ഷിണം വയ്ക്കാൻ പോവാണോ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാളീശ്വരി ആവശ്യപ്പെട്ടത് ശയനപ്രദക്ഷിണം വെക്കാനാണെങ്കിൽ പോലും ഞാനത് ചെയ്തേനെ. ഈ പൂജ വിജയിക്കുന്നതിലാണ് എന്റെ കുടുംബത്തിലെ സന്തോഷം ഇരിക്കുന്നത്. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭാനുമതി അമ്മയുടെ സ്നേഹം കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോവാ. എന്താ മോളെ ഇത്? ഇതൊക്കെ എന്റെ കടമയല്ലേ? എന്നാ ഞാൻ പോട്ടെ അമ്മേ. ശരി മോളെ.
ഇങ്ങനെ ഒരു മണ്ടിയായി പോയത് നമ്മുടെ ഭാഗ്യം. ശ്ശോ, എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ. അവള് മണ്ടിയൊന്നും അല്ല. ചില സമയത്ത് അവളുടെ പെരുമാറ്റം കാണുമ്പോ നമ്മൾ കളിക്കുന്ന കളി അവൾക്ക് മനസ്സിലായോന്ന് എനിക്ക് തോന്നാറുണ്ട്. അവൾക്ക് അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാവാനാ? അതറിയില്ല. ഏയ്, ഇതൊക്കെ മോക്ക് വെറുതെ തോന്നുന്നതാ. കാളീശ്വരി പൂജയ്ക്ക് ഇങ്ങോട്ട് വരുത്തിയത് കുഞ്ഞാറ്റയല്ലേ? എന്നിട്ടെന്താ കാര്യങ്ങളെല്ലാം ദിഗംബരൻ ഗിരിയേട്ടനെ വിളിച്ച് പറയുന്നത്? കുഞ്ഞാറ്റ അറിയിച്ച പോരെ? അത് ശരിയാണല്ലോ. ഗിരി എന്നോട് നുണ പറയുന്നു എന്നാണോ നീ പറയുന്നത്? അമ്മ ഗിരിയേട്ടനോട് നുണ പറയുന്നില്ലേ? അപ്പൊ ഇതും സംഭവിക്കാം. മഹിമ പറയുന്നത് അതുപോലെ വിശ്വസിക്കാതെ ദിഗംബരനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാ പോരെ? അയാളെ നേരിട്ട് വിളിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഏയ്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ജയ് കാളി. ജയ് കാളി, ഞാൻ വഴിപാടിനെ കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കാൻ വിളിച്ചതാ. ഞാൻ എല്ലാം ഗിരിയെ വിളിച്ചറിയിച്ചിരുന്നു. അയാൾ പറഞ്ഞില്ലേ? ആ, പറഞ്ഞു. പക്ഷേ സാധാരണ കാളീശ്വരിയമ്മ എന്നെ നേരിട്ട് വിളിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ പറയാറുള്ളത്. അതാ ഒരു സംശയം തോന്നിയത്. ഇവരിനി കാളീശ്വരിയെ നേരിട്ട് വിളിച്ചാൽ ഞാൻ പെട്ടുപോകും. കാളീശ്വരി 2 ആഴ്ചത്തേക്ക് മൗനവ്രതത്തിലായിരിക്കും. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം കുഞ്ഞാറ്റയെ വിളിച്ചത്. അപ്പോൾ ഫോൺ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അതാ ഗിരിയെ വിളിച്ചത്. ഓ, എന്റെ ഫോണിന് ഇടയ്ക്ക് ഇങ്ങനെ റേഞ്ച് പോവാറുണ്ട്. എന്നാ ഞാൻ വഴിപാടിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജയ് കാളി. ജയ് കാളി. ആരായിരുന്നു വിളിച്ചേ? ബാങ്കുകാരാ. ക്രെഡിറ്റ് കാർഡ് വേണമെന്ന്. ഇവരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. വീട്ടിൽ നടന്ന കാര്യങ്ങൾ നീ ഒന്ന് കാണുമായിരുന്നു മുകുന്ദ. അവസാന നിമിഷം മരുന്ന് കലക്കിയ പാല് കുഞ്ഞാറ്റ കുടിക്കേണ്ടതായിരുന്നു. ഞാനും മഹിമയും കൃത്യമായിട്ട് ഇടപെട്ട് മഞ്ജുവിനെ കൊണ്ട് തന്നെ അത് കുടിപ്പിച്ചു.